KSEBയുടെ എല്ലാ ഉപഭോക്തൃ സേവനങ്ങളും ഓൺലൈനിലേക്ക് മാറുന്നു. മാറ്റം പുതിയ കണക്ഷൻ എടുക്കുന്നതിൽ ഉൾപ്പെടെയാണ്. പുതിയ സംവിധാനം ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കൈക്കൂലി തടയുകയാണ് ലക്ഷ്യമെന്നാണ് KSEB ചെയർമാന്റെ വിശദീകരണം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, KSEBയുടെ എല്ലാ ഉപഭോക്തൃ സേവനങ്ങളും എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഈ ഓൺലൈനിൽ വരും? ഈ ഓൺലൈനിലൂടെ വരിക എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെയും KSEB നൽകിയിട്ടുണ്ടോ? എങ്ങനെ ഉപഭോക്താക്കളെ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു? തീർച്ചയായിട്ടും വീണ, ഡിസംബർ 1 മുതലാണ് KSEBയിലെ എല്ലാ സേവനങ്ങളും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നത്. ഏതെങ്കിലും ഓഫീസിൽ നേരിട്ട് അപേക്ഷ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകും. പുതിയ കണക്ഷൻ എടുക്കുന്നത് ഉൾപ്പെടെ ഏറ്റവും ആദ്യമായിട്ട് പുതിയ കണക്ഷൻ എടുക്കുന്നത് ഉൾപ്പെടെ പോസ്റ്റ് മാറ്റിയിടുന്നത്, അങ്ങനെ KSEBയിലേക്ക് നൽകുന്ന എല്ലാ ഉപഭോക്തൃ സേവനങ്ങളും ഇനി ഓൺലൈൻ സംവിധാനം വഴി നടപ്പിലാക്കിയാൽ മതി എന്നാണ് KSEB ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. ഓഫ്ലൈനായി ചെയ്യുന്ന അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് നടത്തുന്ന അപേക്ഷകൾ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യം വരുന്ന അപേക്ഷകൾ മാറ്റിവെച്ചിട്ട് ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് പിന്നീട് വരുന്ന അപേക്ഷകൾ നടപ്പിലാക്കി കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കൈക്കൂലികളൊക്കെ ഇത്തരത്തിൽ വാങ്ങാറുണ്ട്. ഈ സേവനങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ സേവനങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കി കൊടുക്കാൻ പല ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്നും ഈ കൈക്കൂലി വാങ്ങാറുണ്ട്. അതോടൊപ്പം തന്നെ ഇഷ്ടക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ റെക്കമെൻഡേഷനുമായി വരുന്നവർക്ക് നേരത്തെ തന്നെ ഈ സേവനങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതൊക്കെ ഇനി ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എല്ലാ ഉപഭോക്താക്കൾക്കും ഒരേ രീതിയിൽ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡിസംബർ 1 തീയതി മുതൽ KSEBയുടെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനിലേക്ക് മാറുന്നത്. ഓൺലൈൻ വഴി എന്തെങ്കിലും അപേക്ഷ ഓൺലൈൻ വഴി നൽകി കഴിഞ്ഞാൽ അതിന്റെ വിശദ വിവരങ്ങൾ 2 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ഫീസ് മറ്റ് സ്റ്റാറ്റസുകളെല്ലാം 2 ദിവസത്തിനകം തന്നെ ഉപഭോക്താവിന് വാട്സപ്പിലോ അതോടൊപ്പം തന്നെ മെസ്സേജ് ആയിട്ടോ ലഭിക്കുന്ന രീതിയിലേക്കാണ് സംവിധാനങ്ങൾ മാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ IT സെല്ലിന് കീഴിലുള്ള കസ്റ്റമർ സർവീസ് സംവിധാനവും KSEBയുടെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരാതികൾ മറ്റും അറിയിക്കാനും അതോടൊപ്പം തന്നെ ഈ സേവനങ്ങളുടെ സ്റ്റാറ്റസുകൾ മറ്റും അറിയാനും വേണ്ടിയിട്ടും കസ്റ്റമർ സർവീസ് സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കസ്റ്റമർ സർവീസ് സംവിധാനങ്ങൾ നടത്തുന്നത്. ബിജു പ്രഭാകർ ചെയർമാനായിട്ട് വന്നതിന് ശേഷമുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിൽ KSEBയുടെ എല്ലാ സേവനങ്ങളും ഓൺലൈൻ സംവിധാനത്തിൽ നിന്നും ഓഫ്ലൈൻ സംവിധാനത്തിൽ നിന്നും ഓൺലൈനിലേക്ക് മാറ്റുന്നത്. ഇനി ഒരാവശ്യത്തിനും KSEBയുടെ ഓഫീസിൽ പേപ്പറുമായി നടക്കേണ്ട അവസ്ഥ വരില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. വീണ, ഓക്കെ, ശരി ടിൻഡു.